ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഡയസ് ഓഫ് എറ എന്നൊരു അപ്പോൾ DS എറ എന്ന പ്രണവ് മോഹൻലാൽ ചിത്രം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഇത് പടം പറയുകയാണെങ്കിൽ കിട്ടില്ല, ടോപ്പ് നോച്ച്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല. മേക്കിംഗ് അത് രാഹുൽ മാഡിക്ക് നമുക്കറിയാം, ഭൂതകാലം തനിക്ക് പോകാൻ അനുവാദമില്ല. കൈവച്ച നാലാമത്തെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയൊരു പടമുണ്ട്, റെഡ് റെയിൻ പറഞ്ഞിട്ട്. ആൾ ആദ്യം ഡയറക്ടർ റെഡ് റെയിൻ ആണ്. അത് വലിയ സ്വീകാര്യത പോയി, വേറൊരു ക്യാമറയിലൊക്കെ എടുത്ത പടം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറക്കിയതാണ് ഭൂതകാലവും പിന്നെ ബ്രഹ്മയുഗം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്രിസ്റ്റോഫർ സേവിയർ അടിപൊളിയായിരുന്നു. സൗണ്ട് ഡിസൈനർ, DOP, ആർട്ട്, മേക്കപ്പ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും പക്ക. പിന്നെ കുറച്ച് പോരായ്മ പറഞ്ഞാൽ ഈ ജംപ് സ്കെയർ അങ്ങനെ പേടിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ കമ്മിയാണ് കമ്പയർഡ് ടു ഭൂതകാലത്തിലെ ക്ലൈമാക്സിന്റെ ഒരു ക്ലൈമാക്സ് എത്തിയില്ലെങ്കിൽ കൂടി മൊത്തത്തിൽ നോക്കുമ്പോൾ ടോപ്പ് നോച്ചാണ് പടം. വെച്ചൊരു പടമാണ്. കാരണം സ്ഥിരം കുറച്ച് ക്ലീഷകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ മേക്കിംഗ് കൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് സിനിമ കണ്ടിരിക്കുക. പടത്തിന്റെ ഡ്യൂറേഷൻ ആകെ 2 മണിക്കൂറാണുള്ളത്. പക്ഷെ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഡ്യൂറേഷൻ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ മെയിൻ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ കമന്റുകളുണ്ട്. വെറുതെ കമന്റ്, ഒരു ജംപ് സ്കെയർ വരുന്ന ടൈമില് അപ്പൊ കടന്ന് കോഴിയിട്ട് അയ്യോ മോളെ അമ്മയെന്നൊക്കെ പറഞ്ഞു വരുന്ന കുറെ വാണങ്ങളുണ്ട്. നല്ലൊരു ഓഡിയൻസിന്റെ ഒപ്പം മാക്സിമം അങ്ങനെ നല്ല ഓഡിയൻസ് കിട്ടുകയാണെങ്കിൽ പടം ഒന്നും കൂടി എൻജോയബിൾ ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നമുക്ക് തന്നെ ഒരു ഇത് തോന്നും. ഈ പടം OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. മാക്സിമം തിയേറ്റർ എക്സ്പീരിയൻസ് ഉറപ്പാക്കുക. ലാലേട്ടന്റെ മകനാണ്, രാജാവിന്റെ മകൻ. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് പ്രണവ് മോഹൻലാലിന്റെ പെർഫോമൻസ്. സത്യം, അത് വിട്ടു. ആദ്യമായിട്ടാണ് പ്രണവ് മോഹൻലാലിന്റെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള സത്യം അതിൽ എടുത്തു പറയേണ്ട ഒരു മെയിൻ കാര്യമാണത്. പ്രണവ് മോഹൻലാൽ പുള്ളിയുടെ ഷോ, ആ ഒരു ഗോസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. കാരണം ഒറ്റയ്ക്കാണ് പുള്ളി അഭിനയിക്കുന്നത്. അപ്പോൾ ആള് മാത്രമല്ല, എൻ്റെ കാസ്റ്റിങ്ങും അടിപൊളിയായിരുന്നു. ആരും മോശമായിട്ട് അഭിനയിച്ച ഒന്നുമില്ല. സ്പെഷ്യലായിട്ട് പറയേണ്ട 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് കണ്ടു തന്നെ നിങ്ങൾ അറിയാം, അവരൊക്കെ അടിപൊളി പെർഫോമൻസ് ആണ്. പടത്തിൽ അധികം കാസ്റ്റിംഗ് ഒന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിന്റെ എല്ലാ പടങ്ങളും അങ്ങനെ തന്നെ ലിമിറ്റഡ് കാസ്റ്റിംഗ് ആണ്. ബ്രഹ്മയുഗം നോക്കിയാലും ഭൂതകാലം നോക്കിയാലും കാസ്റ്റിംഗ് അതിന്റെ ലിമിറ്റഡ് ആണ്. പക്ഷെ അതിലുള്ളത് വെച്ചിട്ട് ഒക്കെ ആയിട്ട് ചെയ്യും. അപ്പൊ ഇനി അടുത്ത പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏതാ? പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ബബ്ബ. പിന്നെ കാട്ടാളൻ ഇറങ്ങി. കാട്ടാളൻ എന്തായാലും നെക്സ്റ്റ് ഇയർ ആവും. പിന്നെ ആസിഫ് അലിയുടെ ടിക്കി ടാക്ക. ഈ മെയിൻ ആയിട്ട് ഞങ്ങൾ ക്വാളിറ്റി സ്റ്റഫ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് തന്നെ പ്രതീക്ഷിച്ച് ഞാൻ ചെയ്യുന്ന ഒരു സിനിമയാണ് എൻ്റെ ഒരു KG. അപ്പൊ അടുത്തൊരു ചിത്രത്തിന്റെ റിവ്യൂ ആയിട്ട് വരാം. ബൈ ഗൈസ്. പ്രണവ് മോഹൻലാലിനെ സിനിമ മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളെ കാണാൻ പറ്റും. അപ്പൊ ലാഡറിലാണ് ഗൈസ്. തിരിച്ച് ഞാൻ എന്താ കിട്ടുമോ